അപ്പം ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്സിലൊന്ന് അമനോറിയ ആണ്. അമനോറിയ എന്ന് പറയുമ്പോഴത്തേക്കിനും ആബ്സെൻസ് ഓഫ് മെനിസ്ട്രേഷൻ ആണ്. മോർ ദാൻ 6 months മോർ ദാൻ 6 months ആയിരിക്കും അമനോറിയ നമ്മൾ പറയുക, മെനിസ്ട്രേഷൻ നടക്കാത്തപ്പോൾ. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു പ്രഗ്നൻസി. അപ്പം നമ്മൾക്കൊരു നോർമൽ മെനിസ്ട്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു 5 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന്, ഫീമെയിലിന്റെ ക്രോമസോമൽ പാറ്റേൺസ് എല്ലാം നോർമൽ ആയിരിക്കണം. പിന്നെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആൻഡ് ഒവേറിയൻ ആക്സിസ് കോർഡിനേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യണം. പിന്നെ അനാറ്റമിക്കലി പ്രോപ്പർ ആയിരിക്കണം. ഔട്ട്ഫ്ലോ ട്രാക്ട് എന്ന് വെച്ചാൽ വജൈന സെർവിക്സ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. പിന്നെ എൻഡോമെട്രിയം പ്രോപ്പർ ആയിട്ട് റെസ്പോൺസീവ് ആയിരിക്കണം. പിന്നെ തൈറോയിഡ് ഹോർമോൺസ്, മെന്റൽ ഹോർമോണൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഈ ഒരു 5 ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നോർമൽ ആയിട്ടുള്ള മെനിസ്ട്രേഷൻ നടക്കും. സോ നമുക്ക് അമനോറിയ എന്ന് പറയുമ്പം രണ്ടായിട്ട് പറയാം. പ്രൈമറി അമനോറിയ ഉണ്ട്, സെക്കൻഡറി അമനോറിയ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി അമനോറിയ ആണ്. പ്രൈമറി അമനോറിയയുടെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ പറയാം. Absence of menses by 13 years of age and in the absence of secondary sexual characters. 13 വയസ്സായിട്ടും കുട്ടിക്ക് മെൻസസ് വന്നിട്ടില്ല, അതേപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും കാണിക്കുന്നില്ല, ബ്രസ്റ്റ് ഡെവലപ്മെന്റും ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അതിനെയും നമുക്ക് പ്രൈമറി അമനോറിയ എന്ന് പറയാം. അതേപോലെ തന്നെ 16 വയസ്സായിട്ടും മെൻസസ് വന്നിട്ടില്ല, പക്ഷെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനെയും നമുക്ക് പ്രൈമറി അമനോറിയ എന്ന് പറയാം. സോ ആബ്സെൻസ് ഓഫ് മെൻസസ് ബൈ 13 years in the absence of secondary sexual characters or absence of menses by 16 years in the presence of secondary sexual characters. ഒരു മെനാക്കിന്റെ അപ്പർ ലിമിറ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16 years ആണ്. അപ്പം ഈ ഒരു 13 yearsഉം 16 yearsഉം നമുക്ക് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 13 years ആയിട്ടുള്ള കുട്ടിക്ക് ഡിലേഡ് പ്യൂബർട്ടി ആണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടില്ല, ആബ്സെന്റ് ആണ്. 16 years ആയിട്ടുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്. സോ നമുക്കതിനെ ഡിലേഡ് പ്യൂബർട്ടി പ്രൈമറി അമനോറിയ വിത്ത് ഡിലേഡ് പ്യൂബർട്ടി എന്ന് പറയാം, ആൻഡ് വിത്ത് നോർമൽ പ്യൂബർട്ടി എന്നും പറയാം. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്കിനും ഗൊനാഡ്സ് ക്യാരക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം നോർമൽ പ്യൂബർട്ടിയുടെ പറയാം. നോർമൽ പ്യൂബർട്ടി സെക്ഷൻ വന്നിട്ടുണ്ട്, മെനിസ്ട്രേഷൻ മാത്രം വന്നിട്ടില്ല. അപ്പം അതിന്റെ അർത്ഥം ഗൊനാഡ്സ് എല്ലാം നോർമൽ ആണ്. കാരണം നോർമൽ ആയിരിക്കും, അതുകൊണ്ടാണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ കുട്ടി കാണിക്കുന്നത്. സോ നോർമൽ ആയിട്ടും ആഡിക്വേറ്റീവ് ആയിട്ടുള്ള ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഉണ്ട്, ഗൊനാഡ്സ് നോർമൽ ആണ്. അപ്പം അവരുടെ മോസ്റ്റ് കോമൺലി ഈ മെൻസസ് വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആയിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ പ്രൈമറി അമനോറിയ വിത്ത് ഡിലേഡ് പ്യൂബർട്ടി ആണെങ്കിൽ ഇവർക്ക് ഈസ്ട്രജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഈസ്ട്രജൻ ഇല്ല. അതേപോലെ അപ്പം ഈസ്ട്രജൻ പ്രൊഡക്ഷൻ കുറവാണ്, അതിനർത്ഥം ഗൊനാഡ്സ് നോർമൽ. അപ്പം ഈസ്ട്രജന്റെ ലെവല് നമ്മൾ നോക്കിയിട്ട് ഓവറീസിലാണോ പ്രശ്നമെന്ന് നോക്കുക. പിന്നെ അവിടെ അല്ല എങ്കിൽ നമ്മൾ FSHന്റെ ലെവല് നോക്കുക. FSHന്റെ ലെവല് FSHന്റെ ലെവല് ഒന്നെങ്കിൽ കൂടിയിരിക്കാം അല്ലെങ്കിൽ ലോ ആയിരിക്കാം, ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കാം. അപ്പം ഹൈ ആണ് FSHന്റെ ലെവല് എങ്കിൽ അതിനെ നമുക്ക് FSHന്റെ LHന്റെ ഒക്കെ ലെവല് ഹൈ ആണ്. അപ്പം അതിനെ നമുക്ക് ഹൈപ്പർ ഗൊനാഡോട്രോപിക് ഹൈപ്പോഗൊനാഡിസം എന്ന് പറയാം. അതേപോലെ തന്നെ FSHന്റെ ലെവല് നോർമൽ ലോ ആണെങ്കിൽ ഹൈപ്പോഗൊനാഡോട്രോപിക് ഹൈപ്പോഗൊനാഡിസം എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അമനോറിയയുടെ അടിയിൽ. ഇനി നമുക്ക് ഇതിന്റെ കോസസിലോട്ട് പോകാം. ഇതിന്റെ കോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 രീതിയിലായിട്ടാണ് പറയുന്നത്. ഒരു 4 സെക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആൻഡ് ഒവേറിയൻ ആക്സിസ് ഉണ്ട്, ആ ആക്സിസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം. അപ്പം പിന്നെ പുറത്തോട്ട് ബ്ലഡ് പോകുന്നത്, അപ്പം ഔട്ട്ഫ്ലോ ട്രാക്ട്, ഇത് ഇത്രയും നോർമൽ ആയിട്ടാണോ പോകുന്നത് എന്നുള്ളത്. അപ്പം ഈ 4 ഏരിയയിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മെനിസ്ട്രേഷൻ നടക്കത്തില്ല. അപ്പം നമുക്ക് അതിലോട്ട് പോകാം.
അപ്പം ഹൈപ്പോതലാമസിൽ നമുക്ക് താഴെ നിന്ന് തുടങ്ങാവേ. ഔട്ട്ഫ്ലോ ട്രാക്ട് എന്ന് തുടങ്ങാം. ഔട്ട്ഫ്ലോ ട്രാക്റ്റിലുള്ള എന്തെങ്കിലും പ്രശ്നമാവാം. ഒന്നെങ്കിൽ യൂട്രസ് അബ്നോർമൽ ആവാം. യൂട്രസിന്റെ അബ്നോർമാലിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോം ആവാം, അല്ലെങ്കിൽ മുലേറിയൻ അജനസിസ് ആവാം, അല്ലെങ്കിൽ ഈ ഔട്ട്ഫ്ലോ ട്രാക്റ്റിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നതാവാം. അങ്ങനെ എന്ത് കാരണത്താൽ ഒബ്സ്ട്രക്ഷൻ വരാം? ട്രാൻസ്വേഴ്സ് വെജൈനൽ സെപ്റ്റമോ അല്ലെങ്കിൽ ഇൻപെർഫറേറ്റ് ഹൈമനോ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഒബ്സ്ട്രക്ഷൻ വരാം. അങ്ങനെ ഔട്ട്ഫ്ലോ ട്രാക്റ്റിലുള്ള പ്രശ്നം കാരണമാവാം ഈ ബ്ലഡ് മെൻസസ് വരാത്തത്. ഓക്കെ, ഇനി അടുത്ത ലെവല് മേളില് ഓവറീസിന്റെ പ്രശ്നമാണ്. ഓവറീസിന്റെ പ്രശ്നം മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഗൊനാഡൽ ഡിസ്ജെനസിസ് ആണ്. ഗൊനാഡൽ ഡിസ്ജെനസിസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ടേണർ സിൻഡ്രോം പോലെയുള്ള ഗൊനാഡൽ ഡിസ്ജെനസിസ് എന്തെങ്കിലും കാരണമായിരിക്കാം അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം ഗൊനാഡൽ ഡിസ്ജെനസിസ് എന്ന് പറയുമ്പോൾ ഈ ഗൊനാഡൽ ഡിസ്ജെനസിസ് ആണ് പ്രൈമറി അമിനോറിയയുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൈമറി അമിനോറിയ എന്ന് പറയുന്നത് ഗൊനാഡൽ ഡിസ്ജെനസിസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഓവറീസ് ഡിസ്ട്രക്ഷൻ എന്തെങ്കിലും സംഭവിച്ചതാവാം കാരണം. അങ്ങനെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ലെവൽ ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ ലോ ആയത് കാരണമായിരിക്കും മെനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത്. ഓക്കെ, അതൊരു ലെവൽ കഴിഞ്ഞു. ഇനി അടുത്തത് ആന്റീരിയർ പിറ്റുവിറ്ററി. ആന്റീരിയർ പിറ്റുവിറ്ററിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാവാം ഈ LHFSHന്റെ ഡെഫിഷ്യൻസി വല്ലതും വന്നിട്ട്. അപ്പം മോസ്റ്റ് കോമൺലി ആന്റീരിയർ പിറ്റുവിറ്ററിയുടെ ഡെഫിഷ്യൻസി കോസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റുവിറ്ററിക്ക് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ക്രേനിയോഫാരിഞ്ചിയൽ ട്യൂമർ ആണ്. ഓക്കെ, CNS ട്യൂമേഴ്സ് കാരണം. അത് മെയിൻ ആയിട്ടും ക്രേനിയോഫാരിഞ്ചിയൽ ട്യൂമർ അല്ലെങ്കിൽ ക്രേനിയോഫാരിഞ്ചിയോമ. ഓക്കെ, ക്രേനിയോഫാരിഞ്ചിയോമ CNS ട്യൂമർ ആയിട്ടുള്ള ക്രേനിയോഫാരിഞ്ചിയോമ, അല്ലെങ്കിൽ ഹൈപ്പർ പ്രൊലാക്ടീമിയ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ആയിരിക്കണം കാരണം. പിന്നുള്ളത് അതിന്റെ അടുത്ത ലെവല് തലാമസ് ആണ്. തലാമസ് എന്നാണ് GnRH ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷൻ കാരണം LHന്റെ FSHന്റെയും അല്ലെങ്കിൽ ഈസ്ട്രാഡയോളിന്റെയും അളവ് കുറയും. അതുമായിരിക്കാം പ്രശ്നം. അപ്പം 4 ലെവലായിട്ട് നമ്മൾ പഠിച്ചു. ഹൈപ്പോതലാമസിന്റെ പ്രശ്നത്തില് ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷൻ, അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിൽ കാണാം കാൽമൻ സിൻഡ്രോം എന്ന് പറയുന്നത്. കാൽമൻ സിൻഡ്രോം, കാൽമൻ എന്ന് പറയുന്നത് CAL1 ജീനിന്റെ മ്യൂട്ടേഷൻ കാരണമാണ്. CAL1 എന്ന് പറഞ്ഞ ജീനിന്റെ മ്യൂട്ടേഷൻ ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ GnRH പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസ് ഉണ്ടല്ലോ, അത് ഈ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഇരിക്കുന്നത് നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ അടുത്തായിട്ടാണ് ഡെവലപ്മെന്റിന്റെ സമയത്ത്. അപ്പം ഈ ആക്ച്വലി ഡെവലപ്മെന്റ് സമയത്ത് ഇവര് ഈ GnRHന്റെ ന്യൂറോൺസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഹൈപ്പോതലാമസിന്റെ ആ സൈറ്റിലോട്ട് പോകുന്നതാണ്. അപ്പം ഈ കാൽവൻ ജീൻ മ്യൂട്ടേഷൻ ഉള്ളവർക്ക് ഈ ഒരു മൈഗ്രേഷൻ നടക്കത്തില്ല. ഈ ന്യൂറോൺസ് GnRHന്റെ ന്യൂറോൺസ് ഹൈപ്പോതലാമസിന് അങ്ങോട്ട് മൈഗ്രേഷൻ നടക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ കാൽമൻ സിൻഡ്രോം ഉള്ള പേഷ്യന്റിന് എന്താണ് GnRHന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. GnRH പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ GnRHന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ലോസ് ഓഫ് സ്മെൽ, അനോസ്മിയ ഉണ്ടാവും ഈ ഒരു പേഷ്യന്റിന്. അതാണ് ഈ കാൽമൻ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് കോസുകൾ. ഔട്ട്ഫ്ലോ ട്രാക്റ്റിൽ ഉള്ളതാണെങ്കിൽ യൂട്രസ് അബ്നോർമൽ ആയിരിക്കും. അതിന്റെ കാരണം ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോം അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ കാരണമാവാം. അത് എന്താണ് ട്രാൻസ്വേഴ്സ് വെജൈനൽ സെപ്റ്റം അല്ലെങ്കിൽ ഇംപെർഫറേറ്റ് ഹൈമൻ ആവാം. പിന്നെ ഓവറീസിൽ ഗൊനാഡൽ ഡിസ്റ്റെനസിസ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് ഓവറീസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഓവറീസും ഗൊനാഡൽ ഡിസ്റ്റെനസിസ് ആവാം. പിന്നെ ആന്റീരിയർ പിറ്റുവിറ്ററിയിൽ എന്തെങ്കിലും ട്യൂമർ, CNS ട്യൂമേഴ്സ് ആയിരിക്കും. ക്രേനിയോഫാരിഞ്ചിയോമ പോലെയുള്ള എന്തെങ്കിലും ട്യൂമേഴ്സ് കാണാവാം. പിന്നെ ഹൈപ്പോതലാമസിൽ ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ കാൽമൻസിന്റെ പോലെയുള്ള കണ്ടീഷൻസ്. ഇത്രയും നമുക്ക് കോസസ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇത് ഇത്രയുമാണ് അമനോറിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്നാണ് തോന്നുന്നത്. ഇനി അടുത്തത് ടേണർ സിൻഡ്രോം. നമ്മൾ പറഞ്ഞ ഗൊനാഡൽ ഡിസ്ജെനസിസിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരാളാണ് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത്, ഗൊനാഡൽ ഡിസ്ജെനസിസ്. അപ്പം ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇൻസിഡൻസ് 1 in 5,000 ലൈവ് ബർത്ത് എന്ന് വെച്ചാൽ 1 in 2,500 ഗേൾസിൽ ഒരാൾക്ക് ടേണർ സിൻഡ്രോം ഉണ്ടാവും. അപ്പൊ ഇതൊരു അന്യൂപ്ലോയിഡിയാണ്, മിസ്സിംഗ് ക്രോമസോം ഉണ്ട്. അപ്പം കാരിയോടോപ്പ് എന്ന് പറയുന്നത് 45XO ആണ്. അപ്പം ഇത് ഈ 45XO ഉള്ളതുകൊണ്ട് ഈ ഷോർട്ട് സ്റ്റേച്ചർ, നമ്മൾ ടേണർ സിൻഡ്രോത്തിൽ പറയുന്ന ഷോർട്ട് സ്റ്റേച്ചർ ഉണ്ടാവും. കാരണം ഇവർക്ക് ഒരു എക്സ് ക്രോമസോം ഇല്ല. സാധാരണ ഒരു എക്സ് ക്രോമസോമിലാണ് നമ്മളുടെ ഈ ഹൈറ്റിനുള്ള ജീൻ ഉള്ളത്.
അപ്പം ആ ജീൻ ഒരു എക്സ് ക്രോമസോം ഇല്ലാത്തത് കാരണം ഈ ആൾക്കാർക്ക് ടേണർ സിൻഡ്രോം ഉള്ളവർ ഷോർട്ട് സ്റ്റേറ്റഡ് ആണ്. അപ്പം അത് 45XO ആണ്. പിന്നെ ഒരു മൊസൈക് പാറ്റേൺ കാണിക്കുന്നത് 45 അല്ലെങ്കിൽ 46XX അല്ലെങ്കിൽ 46XY, ഈ ഒരു സാധനം ഓർത്ത് വെക്കുക, XY വരുന്നത് ടേണർ സിൻഡ്രോത്തിൽ. ഈ ഒരു മൊസൈക് പാറ്റേൺ നമുക്ക് പിന്നെ പറയാം. പിന്നെ ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബഡ് നെക്ക്, ഷോർട്ട് സ്റ്റേജിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെബഡ് നെക്ക് ഉണ്ടാവും, പോസ്റ്റീരിയർ ലോ ആയിട്ട് ഹെയർ ലൈൻ ആയിരിക്കും, ഷീൽഡ് വൈഡ്ലി പ്ലേസ്ഡ്, ഷീൽഡ് ചെസ്റ്റ് വൈഡ്ലി പ്ലേസ്ഡ് നിപ്പിളായിരിക്കും. കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവാം അവർക്ക്. അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബൈകാസ്പിഡ് ആയിട്ടുള്ള അയോട്ടിക് വാൽവ്സ് ആയിരിക്കും, കോയാക്ടേഷൻ ഓഫ് അയോട്ട ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ കോമൺ ആയിട്ടുള്ളത് ബൈകാസ്പിഡ് അയോട്ടിക് വാൽവ് ആയിരിക്കും. പിന്നെ ഹോഴ്സ്ഷൂ ഷേപ്ഡ് കിഡ്നി, റീനൽ ഡിഫക്റ്റിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഹോഴ്സ്ഷൂ ഷേപ്ഡ് കിഡ്നി. പിന്നെ റീനൽ അജനസിസ് ഉണ്ടാവും. ക്യൂബിറ്റസ് വാൽഗസ് എന്ന് വെച്ചാൽ വൈഡ് ആയിട്ടുള്ള ക്യാരിയിങ് ആംഗിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. സ്ട്രീക്ക് ഓവറീസ് ഒന്നും ഫംഗ്ഷൻ അല്ല. പിന്നെ ഹൈപ്പോപ്ലാസ്റ്റിക് ആയിട്ടുള്ള യൂട്രസ് ആയിരിക്കും. ജനറ്റീലിയ ഇൻഫന്റൈൽ ആയിട്ട് തന്നെ ഇരിക്കും. ഇന്റലിജൻസ് ലൈക്ക് മെന്റൽ റിട്ടാർഡേഷൻസ് അവർക്കൊന്നും ഉണ്ടാവത്തില്ല. ഇന്റലിജൻസ് നോർമൽ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് വെബഡ് നെക്ക് ഉണ്ടാവും, ഷോർട്ട് സ്റ്റേച്ചർ ആയിരിക്കും, പിന്നെ ഷീൽഡ് ചെസ്റ്റ് ആണ്, വൈഡ്ലി പ്ലേസ്ഡ് നിപ്പിൾ ആണ്. പിന്നെ നമ്മൾ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസസിൽ നമ്മൾ പറഞ്ഞു ബൈകാസ്പിഡ് ആയിട്ടുള്ള അയോട്ടിക് വാൽവും പിന്നെ കോയാക്ടേഷൻ ഓഫ് അയോട്ട ഉണ്ടാവും. പിന്നെ എന്താണ് ഇവിടെ കിഡ്നി എന്ന് പറയുന്നത് ഹോഴ്സ്ഷൂ ഷേപ്ഡ് കിഡ്നി ആയിരിക്കും കാണിക്കുന്നത്. മോസ്റ്റ് കോമൺ റീനൽ ഡിഫക്റ്റ് ആണ് ഈ ടേണർ സിൻഡ്രോത്തിലുള്ള. പിന്നെ റീനൽ അജനസിസ്, പിന്നെ നമ്മളുടെ ക്യൂബിറ്റസ് വാൽഗസ് വൈഡ് ക്യാരിയിങ് ആംഗിൾ, സ്ട്രീക്ക് ഓവറീസും ഹൈപ്പോപ്ലാസ്റ്റിക് യൂട്രസും. അപ്പം ഇതാണ് എന്താ പറയാ ടേണർ സിൻഡ്രോത്തിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് കൊടുക്കാറ്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ. പിന്നെ നമുക്ക് ഒരു യങ് ഏജിൽ തന്നെയാണെങ്കിൽ നമുക്ക് നീളം വെക്കാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെന്റ്സ് നമുക്ക് കൊടുക്കാം. അപ്പം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കൂടെ ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെന്റ്സ് വേണേ കൊടുക്കാം. പിന്നെ ഇവർക്ക് മൾട്ടി ഡിസിപ്ലിനറി കെയർ ആവശ്യമാണ്, കാരണം ഇവർക്ക് കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം, ഡിഫക്റ്റീവ് ആയിട്ടുള്ള കിഡ്നി ആവാം. സോ ഇവർക്ക് എല്ലാ രീതിയിലുള്ള കെയർ ആവശ്യമായിരിക്കും. പിന്നെ ഇവരുടെ കാരിയോ ടൈപ്പ് ഏതാണെന്നുള്ളത്, ഇപ്പോൾ 46XO ആണോ അതോ 45XO ആണോ അതോ 46XY ടൈപ്പ് ഒക്കെ ആണോ എന്നുള്ളത് നമ്മൾക്ക് അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് പറയുന്നത് ഈ XY ക്രോമസോം വരുമ്പോഴത്തേക്കിനും ടെസ്റ്റസോ അങ്ങനെ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റസ് വല്ലതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ലേറ്റർ സ്റ്റേജിൽ മാലിഗ്നന്റ് ആയി മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്ട്രീക്ക് ഗൊനാഡ്സ് ഉള്ളതിനെ കണ്ടുപിടിക്കണം. ലൈക്ക് അത് കാരിയോ ടൈപ്പിംഗ് ചെയ്തിട്ട് അതുണ്ടോ നമ്മൾ അറിയാം. സോ ഗൊനാഡക്ടമി പ്രൊഫൈലൈറ്റിക് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് ഇത്രയാണ് ടേണർ സിൻഡ്രോത്തിന്റെ മാനേജ്മെന്റ്. ഓക്കെ, ഇനി ഇതൊന്നുകൂടെ പറയണോ? ഹലോ ആരുമില്ലേ? ഹലോ വേണം. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? ഇനി അടുത്തത് പറയാൻ പോകുന്നത് ക്രിപ്റ്റോമെനോറിയനെ കുറിച്ചിട്ടാണ്. ക്രിപ്റ്റോമെനോറിയ എന്ന് പറയുന്നത് ഒന്നുമില്ല, പീരിയോഡിക് ആയിട്ട് കുട്ടിക്ക് എൻഡോമെട്രിയത്തിൽ നിന്നും പീരിയോഡിക് ആയിട്ട് ബ്ലഡ് ഷെഡ് ചെയ്യുന്നുണ്ട്, മെനിസ്ട്രൽ ബ്ലഡ് ബ്ലീഡിങ് നടക്കുന്നുണ്ട്, എൻഡോമെട്രിയത്തിൽ നിന്നുള്ള സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ ജനൈറ്റൽ ട്രാക്റ്റിലൂടെ ഈ ബ്ലഡ് പുറത്തോട്ട് വരുന്നില്ല, ഒരു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പാസേജ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനെയാണ് ക്രിപ്റ്റോമെനോറിയ എന്ന് പറയുന്നത്. ഓക്കെ, പീരിയോഡിക് ഷെഡിങ് ഇൻ ദ ഓഫ് ദ endometrium and bleeding, but the menstrual blood fails to come out from the genital tract due to the obstruction in the passage. ഇതിനെയാണ് ക്രിപ്റ്റോമെനോറിയ എന്ന് പറയുന്നത്. ഇതിന് കോമൺ കോസുകൾ മെയിൻലി അത് കഞ്ചനൈറ്റൽ ആയിരിക്കും ആൻഡ് അക്വയർഡ് കോസസ് പറയുന്നുണ്ട്. കഞ്ചനൈറ്റൽ കോസസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇംപെർഫറേറ്റ് ആയിട്ടുള്ള ഹൈമൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്, ട്രാൻസ് വജൈനൽ സെപ്റ്റും പിന്നെ അല്ലെങ്കിൽ വജൈനയുടെ സെർവിക്സിന്റെ അട്രീഷൻ സംഭവിച്ചതാവാം. സെക്കൻഡറി കോസുകൾ പറയുന്നത് എന്തെങ്കിലും ആംബിറ്റേഷൻ കാരണം സെർവിക്സിന്റെ സ്റ്റീനോസിസ് നടന്നതോ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് വജൈനൽ അട്രീഷൻ നടക്കുന്നതോ ആവാം. ഇനി ഇതിന്റെ പത്തോഫിസിയോളജി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഇത് യൂട്രസ്, സെർവിക്സ്, പിന്നെ നമ്മുടെ വജൈന, പിന്നെ സാൽപ്പിക്സ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക്
എന്തെങ്കിലും ലോ ആയിട്ട് ഒബ്സ്ട്രക്ഷൻ വന്നു എന്ന് വെക്കുക, എന്തെങ്കിലും ഇംപെർഫറേറ്റ് ഹൈമനോ ട്രാൻസ്വേഴ്സ് വജൈനൽ സെപ്റ്റോ ആണ് വന്നിട്ടുള്ളൂ. അപ്പം ഇവിടെ സൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ലോ ഡൗൺ ഇൻ വജൈന. അപ്പം നമുക്ക് ബ്ലഡ് ഇങ്ങനെ മെൻസ്ട്രൽ എല്ലാ മാസവും മെൻസ്ട്രേഷൻ വരുമ്പോഴത്തേക്കിനും ബ്ലഡ് ബ്ലീഡ് ചെയ്ത് അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഒരു വെജൈനയുടെ പാർട്ടിലാണ് വന്ന് ഇത്രയും വന്ന് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഹെമറ്റോകോൾപോസ് എന്നാണ്. ഓക്കെ, ഹെമറ്റോകോൾപോസ് ഹെമറ്റോകോൾപോസ് എന്നാണ്. അതേസമയം ഈ ബ്ലഡ് വന്ന് നമ്മുടെ യൂട്രൈൻ ക്യാവിറ്റീനെ മുഴുവനായിട്ട് കവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹെമറ്റോമെട്ര എന്ന് പറയും. ഓക്കെ, അതും കവർ ചെയ്ത് നമ്മുടെ ട്യൂബ്സിൽ സാൽപിങ്സിലാണ് ബ്ലഡ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹെമറ്റോസാൽപിങ്സ് എന്ന് പറയും. ഓക്കെ, സൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ലോ ഡൗൺ വെജൈനയിൽ ലോ ഡൗണിലാണെങ്കിൽ ഹെമറ്റോകോൾപോസ് ഉണ്ടാവും, ഹെമറ്റോമെട്ര ആൻഡ് ഹെമറ്റോസാൽപിങ്സ്. ഇപ്പം ഈ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പർ വെജൈനയിലാണ് അല്ലെങ്കിൽ സെർവിക്സിന്റെ അവിടെ വല്ലാണ് ഒബ്സ്ട്രക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഹെമറ്റോകോൾപോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കാണത്തില്ല, ഹെമറ്റോമെട്രയും ഹെമറ്റോസാൽപിങ്സും കാണും. ഓക്കെ, ഈ ഹെമറ്റോകോൾപോസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ യുറേത്ര വല്ലാണ്ട് എലോങ്ങേറ്റ് ചെയ്ത് യൂറിനറി റിട്ടൻഷൻ ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 to 15 year old ഗേൾ ആയിരിക്കും. അപ്പം എല്ലാ മാസവും കോളിക്കി ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ, കാരണം എല്ലാ മാസവും മെൻസ്ട്രേഷൻ നോർമലായിട്ട് നടക്കുന്നു, അപ്പം അതിന്റെ കോളിക്കി അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവുന്നുണ്ട്, യൂറിനറി റിട്ടൻഷനും ഉണ്ട്, പിന്നെ പാൽപേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അബ്ഡോമിനോ പെൽവിക് ഏരിയയിൽ ഒരു മാസം നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലംബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇത്രയും ഫീച്ചേഴ്സുമായിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത്. അപ്പം വൾവ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഒരു ബ്ലൂയിഷ് ബൾജിങ് ഹൈമൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ബൾജിങ് ഹൈമൻ കാണാൻ കഴിയും. അപ്പം റെക്ടൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെജൈന ഫുൾ ആയിട്ട് ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും, അതേപോലെ തന്നെ യൂട്രസിൽ എന്തോ മാസ് ഉള്ളത് പോലെയും തോന്നും ആന്റീരിയർലി. അപ്പം ഇത് ഇത്രയാണ് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇത്രയാണ്. പേഷ്യന്റിന് എന്താണ് കോളിക്കി പെയിൻ, അബ്ഡോമിനൽ കോളിക്കി പെയിൻ ഉണ്ടാവും, ഒരു മാസം പോലെ ഫീൽ ചെയ്യും, 3 months. ഓക്കെ, നമ്മള് ഈ ഡയഗ്നോസ് ചെയ്യുന്നത് ഇതാക്കുന്നതെന്ന് പറയുന്നത് USG അബ്ഡോമിൻ എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കാണാൻ പറ്റും. അപ്പൊ USG ആണ് നമ്മൾ ഡയഗ്നോസ് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ മാനേജ്മെന്റിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഹൈമൻ ഇംപെർഫറേറ്റ് ഹൈമൻ വല്ലതും ആണെങ്കിൽ നമ്മൾ ക്രൂഷ്യേറ്റ് ആയിട്ട് ആ ഹൈമനിൽ ഒരു ഇൻസിഷൻ ഇട്ട് കൊടുക്കുക, ബ്ലഡ് ഡ്രെയിൻ ചെയ്തെടുക്കാം. കുട്ടി എന്താണ് വളരെ യങ് ഏജ് ആയതുകൊണ്ട് ഒരിക്കലും വെജൈനൽ എക്സാമിനേഷൻ ചെയ്യാൻ പോകരുത്. ഇനി എന്തെങ്കിലും സെർവൈക്കൽ സ്റ്റീനോസിസ് വല്ലതും വന്നതാണെങ്കിൽ നമ്മളത് ഡയലേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ പറഞ്ഞു ഈ ട്രാൻസ് വെജൈനൽ സെപ്റ്റം വന്നതാവാം, അങ്ങനെയാണെങ്കിൽ ആ വെജൈനൽ സെപ്റ്റത്തിന് എക്സൈസ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ എന്തെങ്കിലും വെജൈനൽ അട്രീഷ്യ വന്നതാണെങ്കിൽ വെജൈനോപ്ലാസ്റ്റി വല്ലതും ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ഇത്രയാണ് ഈ ക്രിപ്റ്റോമെനോറിയയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അപ്പം ക്രിപ്റ്റോമെനോറിയ എന്ന് പറയുന്നത് പീരിയോഡിക് ഷെഡിങ് ഓഫ് ദി എൻഡോമെട്രിയം ആണ് ആൻഡ് ബ്ലീഡിങ് ഓഫ് നോർമൽ മെൻസ്ട്രൽ ബ്ലഡ്. പക്ഷെ അത് ജെനൈറ്റൽ ട്രാക്റ്റിലൂടെ പുറത്തോട്ട് വരാൻ ഫെയിൽ ചെയ്യുന്നു, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ കാരണം, പാസേജിലുള്ള ഒബ്സ്ട്രക്ഷൻ കാരണം. കോസസ് എന്ന് പറയുന്നത് കഞ്ചനൈറ്റൽ ഉണ്ടാവാം, അക്വേർഡ് ഉണ്ടാവും. കഞ്ചനൈറ്റൽ ഇംപെർഫറേറ്റ് ഹൈമൻ, ട്രാൻസ്വേഴ്സ് വെജൈനൽ സെപ്റ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും വെജൈനൽ അട്രീഷ്യ അല്ലെങ്കിൽ സെർവൈക്കൽ അട്രീഷ്യ ഉണ്ടാവും. അക്വേർഡ് കോസസ് എന്ന് പറയുമ്പോഴത്തേക്കിനും സ്റ്റീനോസിസ് ആയതായിരിക്കാം സെർവിക്സിന്റെ വെജൈനയുടെ, അല്ലെങ്കിൽ വെജൈനൽ അട്രീഷ്യ എന്തെങ്കിലും സെക്കൻഡറി കോസസ് ആണ്. ഇതിന്റെ പത്തോഫിസിയോളജി ജസ്റ്റ് ഒരു ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് താഴെ വെജൈനൽ സെപ്റ്റം വല്ലതും വന്നതാണെങ്കിൽ ഒരു ഹെമറ്റോകോൾപോസ് ഉണ്ടാവാം, യൂട്രസിലാണെങ്കിൽ ഒരു ഹെമറ്റോമെട്ര, ഹെമറ്റോസാൽപിങ്സ്, അങ്ങനെ ചുമ്മാ വരച്ചു വെക്കുക. പിന്നെ സെപ്റ്റം താഴെയാണെങ്കിൽ ലോവർ വെജൈനയിലാണെങ്കിലേ ഉള്ളൂ ഹെമറ്റോകോൾപോസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹെമറ്റോമെട്രയും ഹെമറ്റോസാൽപിങ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും പേഷ്യന്റ് വിത്ത് കോളിക്കി അബ്ഡോമിനൽ പെയിൻ ആയിട്ട് വരാം, മന്ത്ലി എല്ലാ മാസവും അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, പിന്നെ യൂറിനറി റിട്ടൻഷൻ ആൻഡ് യൂണിഫോം ആയിട്ടുള്ള ഒരു മാസ്, അബ്ഡോമിനൽ മാസ്, ഹൈപ്പോഗ്യാസ്ട്രീസിന്റെ അവിടെ ഒരു മാസ് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പം വൽവൽ എക്സാമിനേഷനിൽ ബ്ലൂയിഷ് കളർ ആയിട്ടുള്ള ബൾജ് ചെയ്ത് നിൽക്കുന്ന ഹൈമൻ കാണാൻ പറ്റും. റെക്ടൽ എക്സാമിനേഷനിലും എന്താണ് വെജൈനൽ ഫുൾനെസ്സും യൂട്രസിലും മാസും ഫീൽ ചെയ്യാം. മാനേജ്മെന്റ് USG വഴിയാണ് ഒരു എന്താണ് ഹൈമൻ ഇംപെർഫെക്റ്റ് ഹൈമൻ ആണെങ്കിൽ ഒരു ക്രൂഷ്യറ്റ് ഇൻസിഷൻ ചെയ്തിട്ട് ബ്ലഡ് ഡ്രെയിൻ ചെയ്യുക. വെജൈനൽ എക്സാമിനേഷൻ ചെയ്യാൻ പാടില്ല. സ്റ്റീനോസിസ് ആയിട്ടുള്ള സെർവിക്സ് ആണെങ്കിൽ ഡയലേറ്റ് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്വേഴ്സ് വെജൈനൽ സെപ്റ്റം ഒക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്ത് കളയുക. വെജൈനൽ എട്രേഷ്യ പോലെയാണെങ്കിൽ വെജൈനോപ്ലാസ്റ്റി ചെയ്യാം. പിന്നെ ബാക്കി പറയണോടാ? അമിനോറിയ സ്റ്റാർട്ടിങ് ഒരു കട്ടായിരുന്നു. ആണോ? അമിനോറിയ എന്ന് പറയുമ്പോഴത്തേക്കിനും ആബ്സെൻസ് ഓഫ് മെനിസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ ഓർ ഈക്വൽ ടു 6 months കൂടുതലായിട്ട് മെനിസ്ട്രേഷൻ മെൻസസ് വരാതിരിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ അമിനോറിയ എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ 5 factors ലൈക്ക് നോർമൽ ക്രോമസോമൽ പാറ്റേൺ ആയിരിക്കണം, ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് നോർമൽ ആയിരിക്കണം, അനാറ്റമിക്കലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, ഔട്ട്ഫ്ലോ ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, എൻഡോമെട്രിയം നല്ല റെസ്പോൺസീവ് ആയിരിക്കണം, തൈറോയിഡ് അഡ്രിനൽ ഹോർമോൺസും കറക്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി അമിനോറിയാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി അല്ല, പ്രൈമറി അമിനോറിയാണ്. പ്രൈമറി അമിനോറിയ എന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ടായിട്ട് നമുക്ക് ഡെഫിനേഷൻ പറയണം. ഒന്നെന്ന് പറയുന്നത് 13 years ആയിട്ടും മെൻസസ് വന്നിട്ടില്ല, അതേപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും വന്നിട്ടില്ല. ഓക്കെ. രണ്ടെന്ന് പറയുന്നത് 16 വയസ്സായിട്ടും മെൻസസും വന്നിട്ടില്ല, പക്ഷെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ. 16 വയസ്സാണ് ഒരു അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 16 വയസ്സായിട്ട് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ മെൻസസ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ. നൗ ഈ 13 വയസ്സ് വിത്ത് നോ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പം ആ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്താണ് ഗൊനാഡ്സിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ നോർമൽ അല്ല എന്ന് വെച്ചാൽ ഗൊനാഡ്സിന് എന്തോ പ്രശ്നമുണ്ട്. സോ നമ്മൾ അടുത്തത് FSH ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം FSH ഹൈ ആണോ ലോ ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പർട്രോഫിക് ഹൈപ്പോഗൊനാഡിസം ആണോ ഹൈപ്പോട്രോഫിക് ഹൈപ്പോഗൊനാഡിസം ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ 16 years ഒക്കെ ആയിട്ട് മെൻസസ് വന്നില്ല, പക്ഷെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് എന്നാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? മോസ്റ്റ് കോമൺലി എന്തെങ്കിലും അനാറ്റമിക്കൽ പ്രോബ്ലം ആയിരിക്കാം. ഇതേപോലെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും അനാറ്റമിക്കലി എന്തെങ്കിലും ഇഷ്യൂ വന്നതാവും. ഓക്കെ. ഈ ഇവരുടെ കോസുകൾ എന്ന് പറയുന്നത് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഔട്ട്ഫ്ലോ ട്രാക്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നതാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് അബ്നോർമൽ ആവാം, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ട്രാക്കിൽ ഒബ്സ്ട്രക്ഷൻ ആവാം. അപ്പം യൂട്രസ് അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോം അല്ലെങ്കിൽ മുലേറിയൻ അജനസിസ് ഒക്കെ വന്നതാവാം. ഔട്ട്ഫ്ലോ ട്രാക്ട് എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് വെജൈനൽ സെപ്റ്റമോ അല്ലെങ്കിൽ ഇൻപെർഫെക്റ്റ് ഹൈമൻ. അതിന്റെ മുകളിൽ ഓവറീസിൻ ആണോ എന്തെങ്കിലും പ്രശ്നം, ഗൊനാഡൽ ഡിസ്റ്റെനസിസ് പോലെയുള്ള സ്ട്രീക്ക് ആയിട്ടുള്ള ഓവറീസ് വന്നതാവാം, അല്ലെങ്കിൽ ഓവറീസ് ഡിസ്ട്രക്ഷൻ നടന്നതാവാം. അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോസ് പ്രൈമറി അമിനോറിയയുടെ ഗൊനാഡൽ ഡിസ്റ്റെനസിസ് ആണ്. പിന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ലൈക്ക് പിറ്റ്യൂട്ടറിയിൽ എന്തെങ്കിലും ട്യൂമറോ സീനസ് ട്യൂമർ ലൈക്ക് ക്രേനിയോ ഫാരിഞ്ചിയോമ പോലെയുള്ള എന്തെങ്കിലും ട്യൂമർ വന്നത് കൊണ്ട് LH FSH ഡിക്രീസ് ആയതാവാം. ഹൈപ്പോതലാമസിലാണോ പ്രശ്നമെങ്കിൽ ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ കാൽമൻ സിൻഡ്രോം പോലെയുള്ള കണ്ടീഷനോ ഒക്കെ ആവാം വന്നതാവാം. അപ്പം അതാണ് അവിടെ പറയുന്നത്. കോസസ് ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ടേണർ സിൻഡ്രോം ആയിരുന്നു. ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇൻസിഡൻസ് 1 in 5,000 ലൈവ് ബർത്ത്. എന്താണ് അനിപ്ലോയിഡി ആണ്, ഒരു ക്രോമസോം മിസ്സിംഗ് ആണ്. അപ്പം നമ്മുടെ കാരിയോടൈപ്പ് എന്ന് പറയുന്നത് 45XO ആയിരിക്കും. അപ്പം ഒരു ഷോർട്ട് സ്റ്റേറ്റഡ് ആയിരിക്കും അതുകൊണ്ട്. അപ്പം 46XY ക്രോമസോം പോലുള്ള മൊസൈക് ക്രോമസോം പാറ്റേൺസ് അവർ കാണിക്കാം. അപ്പം ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വെബഡ് നെക്ക്, പോസ്റ്റീരിയർ ഹെയർ ലൈൻസ് ഒക്കെ ലോ ആയിരിക്കും, ഷീൽഡ് ആയിട്ടുള്ള ചെസ്റ്റ് ആയിരിക്കും, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസും അതിൻ്റെ അകത്ത് ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ് ആവാം, കോയാക്ടേഷൻ ഓഫ് അയോട്ട, ഹോഷോ ഷേപ്ഡ് കിഡ്നി മോസ്റ്റ് കോമൺ ഡിഫക്റ്റ് ആണ്, റീനൽ ഡിഫക്റ്റ് ആണ്, റീനൽ അജനിസിസ്, ക്യൂബിറ്റസ് വാൽഗസ്, വൈഡ് ക്യാരിങ് ആംഗിൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓവറീസും ഒക്കെ ആയിരിക്കും ഇവരുടെ ഫീച്ചേഴ്സ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കുക, ഈസ്ട്രജൻ സപ്ലിമെന്റേഷൻ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ സപ്ലിമെന്റ്സ് കൊടുക്കുക. അപ്പം ടോൾ ആവാനായിട്ടുള്ള നമുക്ക് ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാം. മൾട്ടി ഡിസിപ്ലിനറി കെയർ ആവശ്യമാണ്. കാരിയോടൈപ്പ് കൺഫേം ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൊനാഡ്സ് മാലിഗ്നന്റ് ആയിട്ട് മാറാം. സോ ഗൊനാഡക്ടമി ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു. Bye.